ഹലോ, അപ്പം ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് പോവാട്ടോ. ഇപ്രാവശ്യം ജോലിൻ്റെ ആവശ്യത്തിനൊന്നുമല്ല പോകുന്നത്, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ VFSൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു ചായക്കട, ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കവിടുന്ന് പോരാൻ തന്നെ മനസ്സുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടുന്ന്. ആകെ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാഷ്റൂം തിരഞ്ഞെങ്ങാണ്ട് കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. എന്തായാലും അവസാനം ഞങ്ങൾ വാഷ്റൂമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. പോകുന്ന സമയത്ത് അവർ 3 പേരും സംസാരിക്കുന്ന സമയത്ത് ഞാനിവിടെ സ്റ്റക്കായിട്ടോ. വേറെ ഒന്നല്ലാതെ ഈ കാണുന്ന ഈ വ്യൂ ഉണ്ടല്ലോ, ഇത് കാരണമായിട്ട് ഞാനവിടെ സ്റ്റക്കായത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. പക്ഷെ ഫോണിൽ അത്ര ഭംഗിയായിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കുറേ ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ടൈം വൈകിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അത് ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ കാഴ്ചകൾ കാണാറുള്ളതാണ്. പക്ഷേ ബസ്സിലായതുകൊണ്ട് ഇത്ര അടുത്ത് നിന്ന് കാണാറില്ല കേട്ടോ. വണ്ടിയിൽ പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്ര അടുത്തുനിന്നൊക്കെ ആനിമൽസിനൊക്കെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ആദ്യം കണ്ടതായി ക്യൂട്ടായിട്ടുള്ള മാനുകളാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ആളവിടുന്ന് വേഗം പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. പിന്നെ വഴിയിൽ ഒരുപാട് ആനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആനകളുണ്ടായിരുന്നു, പോത്തുകളുണ്ടായിരുന്നു. എല്ലാത്തിനും നമുക്ക് ഏകദേശം എടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി കേട്ടോ. എനിക്ക് പിന്നെ ഏറ്റവും പേടിയുള്ളൊരു മൃഗമാണിത്, പന്നിയാണിത്. ഇത് പിന്നെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം ഫോണെടുത്ത് മാറിപ്പോയി കേട്ടോ. കാരണം എനിക്ക് ഇതിനെ ഭയങ്കര പേടിയാണ്. ഇത്ര അടുത്തുനിന്നൊന്നും ഞാൻ ഇതിനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ കുറേ ആനിമൽസിനൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. പോകുന്ന വഴിയിലൊക്കെ ഓരോ ആനിമൽസിനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് തന്നെ. പിന്നെ നൈറ്റായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഹോട്ടൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറ്റ് ആയതുകൊണ്ട് കുറേ ഡയറ്റ് ഫുഡൊക്കെ ഉണ്ടാവുന്നു കേട്ടോ. പക്ഷേ അതിൽ ഡയറ്റ് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡുമാർക്ക് ഒരു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ നല്ല മൈസൂർ മസാല ദോശയൊക്കെ കഴിച്ചിട്ടോ. അവർക്ക് ഡയറ്റൊന്നുമില്ല. ഞങ്ങൾ അവസാനം റവ ദോശ കഴിക്കേണ്ടി വന്നു കേട്ടോ. ഉച്ചക്കൊക്കെ ഞങ്ങൾ ഫ്രൂട്ട്സ് വെച്ചിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. രാത്രി 2 മണിയായതുകൊണ്ട് ഞങ്ങൾ വേറെ റൂം എടുത്തെങ്ങാണ്ട് വേഗം സ്റ്റേ ചെയ്തു കേട്ടോ. ഇനി ബാംഗ്ലൂരിലത്തെ ബാക്കി വിശേഷമൊക്കെ നമുക്ക് നാളെ പറയാം കേട്ടോ. ഇന്ന് നല്ല ടയേർഡാണ്. ബായ്.